സ്നേഹനിലാവ് സീസൺ 5 പ്രോഗ്രാം ആരംഭിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യപരിപാടി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് നിങ്ങളെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കാം. സക്രിയാസ് ടി.എസിൻ്റെ ആമുഖ പ്രസംഗത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൗമാരം യൗവനത്തിലേക്ക് കാലൊന്നും ഒരു കാലം നമ്മൾ ഒരു 15-16 വയസ്സ് പറഞ്ഞാൽ നമ്മുടെ യൗവനത്തിലേക്ക് കാലം ഒരു കാലമാണ്. ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ, മധുരോദാരമായ ഓർമ്മകൾ ഒക്കെ നമുക്ക് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്, ഞങ്ങളിവിടെ ഞാനും ഷാജിയൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുവരാം. ആർക്കെങ്കിലും ഉത്സാഹക്കുറവാണെങ്കിൽ പരസ്പരം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ഷാജിയൊക്കെ ഈ കൂട്ടായ്മ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ പലരും അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതെല്ലാം നടന്നു പോവാം. ഈശ്വര പ്രാർത്ഥന നല്ല പാട്ട് പാടാൻ അറിയാവുന്ന മോളെയൊക്കെ വന്നൊരു പാട്ട് പാടുവാണല്ലോ. മോളി പോകുമല്ലോ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് മോളി പി.ടി. സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് സ്വാഗത പ്രസംഗത്തിനായിട്ട് ഷാജി കാരിക്കാട്ടിൽ. സ്നേഹനിലാവ് സീസൺ 5 ആദരണീയനായ അധ്യക്ഷൻ ജോൺസൺ, ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കരനായ ജോർജ്, നമ്മളെ എല്ലാം പ്രിയപ്പെട്ട 41 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പ്രിയപ്പെട്ട ജെയ്സി, ഈ പരിപാടിയുടെ സംഘാടകൻ സക്കറിയാസ്, സ്നേഹമുള്ള എൻ്റെ സഹപാഠികളുടെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പത്ത് മണിക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിവിധ മേഖലകളിൽ നിന്ന് ദൂരെ നിന്നൊക്കെ എത്തുന്നത് കൊണ്ടാണ് ഒരല്പം താമസിച്ചത്. എങ്കിലും സമയം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യപരിപാടികളിലൊക്കെ സമയം നഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് 11 മണിക്ക് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഈ സ്നേഹനിലാവ് 2025 സീസൺ 5 പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ 41 വർഷം പിന്നിട്ട ആ സ്നേഹ സൗഹൃദത്തിൻ്റെ ആത്മാർത്ഥമായ പ്രതിഫലനമാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ 1982-84 കാലഘട്ടത്തിൽ ആരംഭിച്ച ആ സ്നേഹ സൗഹൃദം എത്ര വിലപ്പെട്ടതായിരുന്നു എന്നും ആ ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, അന്നത്തെ ആ കാലഘട്ടത്തിൽ 2 വർഷം കൊണ്ട് നമുക്കറിയാം, സക്രിയാസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു 16-കാരനും 17-കാരിയൊക്കെ ആയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളായിരുന്നു. തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് കാര്യമായ പ്രവർത്തനങ്ങളോ ആസ്വാദനങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിലും ഈ കഴിഞ്ഞ 41 വർഷം പിന്നിടുമ്പോഴാണ് നമ്മുടെ ആ സൗഹാർദ്ദത്തിന് കുറച്ചുകൂടെ ഉറപ്പും ഭദ്രതയും ഉണ്ടായത് എന്ന് പറയാം.
2015 നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് നടത്തണം എന്ന് കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ആലോചിച്ച് കരുവിങ്കാലിൽ ജനുവരി മാസത്തിലൊന്ന് കൂടുകയും അത് ആണുങ്ങൾ മാത്രം. അതിനുശേഷം നമ്മൾ 2015 ഡിസംബർ 26 തീയതിയാണ് ആദ്യത്തെ നമ്മുടെ മീറ്റിംഗ്. നമ്മുടെ മീറ്റിംഗ് ആലക്കോട് വെച്ച് നടത്തുന്നത്. ശേഷം കൊറോണയും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് സാഹചര്യവശാൽ ഇടയ്ക്കൊക്കെ നിന്നുപോയെങ്കിലും മഹത്തായ തുടർന്ന് ജോൺസന്റെ അധ്യക്ഷ പ്രസംഗം നടത്താൻ വേണ്ടി നമുക്ക് 5ാമത്തെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, നടത്താൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ജോർജ്, ശ്രീ സക്രിയാസ്, ജെയ്സി, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും, ഞാൻ ഇങ്ങനെയൊരു സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഞാൻ വീട്ടിൽ ഒരുക്കിയിരുന്നു. പന്തലുകാരായിട്ട് ഞാൻ നമ്മുടെ ഉദാഹരണമുള്ള പന്തലുകാരെ വിളിച്ചിട്ട് ചെറിയ രീതിയിലുള്ള പന്തലിടണം എല്ലാം പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ നീങ്ങാത്തെല്ലാം മഴ കഴിഞ്ഞപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് ആദ്യമുള്ള വെയിൽ അതൊരു ഭയങ്കരമാണ്. ഇനി ശ്രീ ജോർജിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകൻ സക്കറിയ, ഷാജി, നമ്മുടെ ഇൻഡിമേറ്റ് ഫ്രണ്ട് ജെയ്സി, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ, ശരിക്കും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ആധികാരികമായിട്ട് പ്രസംഗം പറയാനല്ല തോന്നണേ. എനിക്ക് തോന്നുന്നത് നമ്മളന്ന് ആ മഹാൻവരി ഇരുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അടിച്ച് തൊണ്ടി വർത്താനം, അങ്ങനത്തെ വർത്താനം പറയാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു പണിയാണ് ഉദ്ഘാടകൻ എന്നുള്ളൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഉദ്ഘാടിക്കേണ്ടത് അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, നമ്മൾ പഠിച്ചിരുന്ന കാലം, മഹാത്മ്യാവാം, മെരീരിയാവാം, ആലപ്പുഴ NSS ആവാം, എന്തായിക്കോട്ടെ, നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലം. രണ്ടാമത്തെ കാലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കറൻറ്റ്, ഇപ്പോഴുള്ളൊരു കാലം. നമ്മൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? ആ ഒരു ചെറിയ ചിന്ത ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയുക, എടി പോടി എന്നൊന്നും പറയില്ല. മാറി കുട്ടി, കുട്ടി ഇങ്ങോട്ട് മാറി കുട്ടിയല്ലേ പറയുള്ളൂ. ഇവരിന്ന് പേരിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. ഇപ്പോഴെല്ലാവരും പേരെനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരുടെയും ഇല്ല, എന്നാലും ഓർമ്മയുണ്ട്. ഇപ്പൊ കുട്ടികളില്ല. ആധികാരികമായിട്ട് പ്രകാശം പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർന്ന് ശ്രീമതി ജെയ്സിയുടെ ആശംസാ പ്രസംഗം. എന്നാണേലും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തായിരുന്നപ്പം എനിക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന് സക്രിയാസ് ആയതുകൊണ്ട് ഞാനത് ക്ഷമിച്ചു. എപ്പോഴെങ്കിലും മിസൈൽ വരുമ്പോൾ ജെയ്സി ജീവനോടെ ഉണ്ടോ എന്ന് ഷാജി വിളിച്ചു ചോദിക്കും. അപ്പോൾ സക്രിയാസ് വിളിക്കും. ഞാൻ ബങ്കറിലേക്ക് ഓടണോ ഫോൺ എടുക്കണോ ഒന്നും അറിയില്ല. അതുപോലെ ഒരു സിറ്റുവേഷനിൽ ആയിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, എനിക്ക് ജീവനോടെ നിൽക്കാൻ സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കണം, ഷാജി എഴുതാറുണ്ട്, ടൈപ്പ് ചെയ്യാറുണ്ട്, ജെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ ഒരു നിമിഷമെങ്കിലും എന്നെ ഓർത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു വിചാരവും ആഗ്രഹവും പ്രതീക്ഷയുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ പ്രശസ്തനായ ശ്രീ പ്രകാശൻ മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. ജോർജ്, അതുപോലെ അധ്യക്ഷൻ ജോൺസൺ, ഈ യോഗത്തിൻ്റെ സംഘാടകൻ സക്കറിയാസ്, അതുപോലെ തേർത്തല്ലിയുടെ നിറസാന്നിധ്യമായ ഷാജി, അതുപോലെ വിദേശത്തു നിന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ജെയ്സി, അതുപോലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ,
ഇവിടെ ഷാജി പറഞ്ഞ പോലെ 41 വർഷം കഴിഞ്ഞ് ഇവിടെ ഈ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ ഇവിടെ വന്ന് നിറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ ഒരു പ്രായമായ കുറച്ച് ആൾക്കാരെ ആണ് പുറമേ നിന്ന് വിചാരിച്ചാൽ ആൾക്കാർ വിചാരിക്കുക കുറച്ച് പ്രായമുള്ളവരുടെ ഒരു കൂട്ടായ്മയായിരിക്കുന്നു വിചാരിക്കും. ഇവിടെ ഒരൊറ്റൊരത്തൻ പോലും പ്രായമുള്ളവരെ ഞാൻ തുടർന്ന് അതിഥിയായിട്ട് കടന്നു വന്ന അപ്പൊ എനിക്ക് മിസ്സിസ് ലീന ജോർജ് സംസാരിക്കുന്നു. സ്വന്തമുള്ളൊരു വീട്ടിൽ ചെന്ന പോലെയാണ് തോന്നുന്നത്. സ്വന്തം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നമ്മൾ ചേച്ചി എന്ന് പറയാനുള്ള പ്രായം ഉണ്ടായിട്ടല്ല ഞാൻ പറയാം, അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ പോവില്ലേ എന്ന് പറഞ്ഞ പോലെ വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ചക്കയൊക്കെ വേവിച്ച് ആ മുയലിനെ പോലും കൊന്ന് നിങ്ങൾക്ക് കൊതിയാട്ടം വിചാരിച്ച് ഞാൻ പറയുന്നതാണ്. രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് വന്നു, അങ്ങനെ ചുറ്റിക്കറങ്ങി. ഞങ്ങൾ വലിയപ്പനും വലിയമ്മയൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് നീങ്ങുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മയൊന്നും വളരട്ടെ. അതേക്കുറിച്ച് നിങ്ങളൊക്കെ അഭിപ്രായം പറയും. ഈ ഒരു അവസരം തന്നതിന് എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചു. എല്ലാ വർഷവും കൂടുന്നതാണ് താല്പര്യം. പിന്നെ എല്ലാവരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഒന്ന് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേക ഒരു വിശേഷമുള്ളത് അടുത്ത വർഷം നിങ്ങളുടെ മോൻ്റെ ഓർഡിനേഷനാണ് 2026 ഡിസംബറിൽ ദൈവം അനുഗ്രഹിച്ചാൽ. പിന്നെ വല്യമ്മയാകട്ടോ, വല്യമ്മയായി ഒരു മോളുണ്ട്, കുഞ്ഞുമോളുണ്ട്. തുടർന്ന് അംഗങ്ങൾ പരസ്പരം സ്വയം പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പറഞ്ഞത് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ മോൻ്റെ ഒരു കല്യാണം കൂടെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ജനുവരിയിൽ. എല്ലാവരെയും വിളിക്കണം എന്നുണ്ടാകാൻ പറ്റിയില്ല. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വരണം എന്ന് അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടക്കുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് കാരണം ഉറപ്പൊന്നും പറഞ്ഞില്ല ഷാജിയോട് സക്രിയാസിനോട്. ഇന്ന് രാവിലെയാണ് ഉറപ്പായത് തന്നെ. പെൺകുട്ടികളെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷം. പിന്നെ എല്ലാ വർഷം കൂടുന്നതിനോട് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, കുറച്ച് പേരൊക്കെ കുറഞ്ഞു വരുമല്ലേ. അതുകൊണ്ട് എല്ലാ വർഷവും ഉണ്ടെങ്കിൽ അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ നാട്ടുകാരി എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇങ്ങനെ കൂടുതൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു കൂട്ടായ്മയിൽ അപ്രതീക്ഷിതമായിട്ട് എത്തിയതും അപ്രതീക്ഷിതമായിട്ട് ആ സ്റ്റേജിൻ്റെ മുകളിലിരിക്കാനും സാധിച്ചതിൽ വളരെയേറെ നന്ദി. പിന്നെ എൻ്റെ മോളുടെ കല്യാണം ഒരു 7 മാസം മുമ്പേ നടന്നു. മോൾ CA പഠിക്കുന്നു, അവൾ ബാംഗ്ലൂർ, അവളുടെ ഹസ്ബൻഡും. മോൻ കാനഡയിൽ PG ചെയ്ത് കഴിഞ്ഞു, വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് പ്ലൈവുഡ് കമ്പനി ആയിരുന്നു, ഇപ്പം കൃഷിയിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എന്നെ ഉള്ള അച്ഛൻ കൂടെ പോയി വിശേഷമായിട്ട് പറയാനുള്ളത് വല്യമ്മയായി, ഒരു കുഞ്ഞുവാവയുണ്ട്, ആൺകുട്ടിയാണ്. ചെവി കേൾക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ആരോ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ എന്നാ സക്രിയാസിന് താങ്ങായിട്ടുണ്ട്. അത് ഞാൻ നല്ലപോലെ താങ്ങായിട്ട് പറയുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. 2 വർഷം കൂടുമ്പോൾ ഒക്കെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ കളിയാക്കിയിട്ട് പറയുന്നത് യോജനയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, വേറെ വിശേഷമൊന്നുമില്ല. ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ട്, ഉടനെ അതിലേക്ക് കയറും. അരിക്കമല തന്നെയാണ്, ടൗണിൽ തന്നെ. അരീക്കമല, ചെറുത്, ചെറിയ അരിക്കമല. എൻ്റെ കാര്യം ഈ വർഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും എല്ലാവരും. പിന്നെ ഞാൻ റിട്ടയറായി ഈ വർഷം, ഈ മാർച്ചോടുകൂടി. സെൻറ്റ് മേരീസിൽ ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ റിട്ടയർമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടവർ. അത് അങ്ങനെ റിട്ടയർമെൻ്റായി. പിന്നെ എൻ്റെ മക്കളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു ഈ വർഷം. മോൻ്റെ ഓഗസ്റ്റിലായിരുന്നു, മോളുടേത് ഈ ഫെബ്രുവരിയിലും. മോനും വൈഫും അയർലൻഡിലാണ്, മോളും ഹസ്ബൻഡും 2 താമസിക്കുന്നു. മോള് നാഗപ്പൂരും ഹസ്ബൻഡ് ഭോപ്പാൽ എയിംസിലാണ്. 2 പേരും PG ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ പുതിയ കാര്യങ്ങൾ നടന്നത്. അപ്ഡേറ്റ്സ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് സന്തോഷം.
58. ഈ 5 വർഷത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ കൃഷി ചെറിയ കാര്യങ്ങളായിട്ട് വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയും ഹൗസ് വൈഫായിട്ട് താമസിക്കുന്നു. മക്കൾ 2 പേര്. മൂത്തതൊരു പെണ്ണാണ്. അവൾ ആയുർവേദ ഡോക്ടർ കോഴ്സ് പൂർത്തീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കേരള ആരോഗ്യ സർവകലാശാലയിൽ 5ാം റാങ്ക് ഉണ്ടായിരുന്നു. മകൻ അങ്ങാടിക്കടവിൽ BCA പഠിച്ച് അതിനുശേഷം ഒരു കോഴ്സോടെ പഠിച്ച് ഹൈദരാബാദിൽ ഇപ്പോൾ ചെറിയ തായ്ലാൻഡ് കമ്പനിയിൽ ജോലി നോക്കുന്നു. ഓക്കെ, എൻ്റെ പേരെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാത്യു എന്നാണ് പേര്. താമസം കാസർഗോഡാണ്. ഞാൻ റിട്ടയറായിട്ട് 3 വർഷമായി. 22-ൽ. വൈഫ് ഈ മാർച്ച് 31-ന് റിട്ടയറായി. അങ്ങനെ ഞങ്ങളിപ്പം വീട്ടിൽ കമ്പനിയുണ്ട്. മക്കൾ 2 പേര്. ഒരാൾ PG കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ PG കഴിഞ്ഞ് ജസ്റ്റ് എഴുതി നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇവിടെ എത്തി എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെ എല്ലാ വർഷവും കൂടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. കാരണം നമുക്കൊക്കെ പ്രായമായി വരികയാണ്. എത്ര പേര് ബാക്കിയാവും, എത്ര പേര് ഇല്ലാതാവും പറയാൻ പറ്റില്ല. ഒരു 60 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇന്നത്തെ കാലത്ത് ആയുസ് എത്തി എന്ന് വേണം നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഈ കൊറോണ വന്നതോടുകൂടി പലരുടെയും ആയുസിൻ്റെ ദൈർഘ്യം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സെബാസ്റ്റ്യൻ. ഉടനെ പോയാല എല്ലാവരെയും കണ്ടതിൽ വളരെ പറയാൻ പറ്റിയ. അപ്പോൾ എല്ലാ വർഷവും കൂടണമെന്നാണ്, എല്ലാ വർഷവും മീറ്റിംഗ് ഉണ്ടാവണമെന്നാണ് താല്പര്യം. അപ്പോൾ എല്ലാ വർഷവും കൂടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ഈ അടച്ച മുറിയിൽ കൂടാതെ നമ്മൾ ഒരു 1 ഡേ ടൂറോ അങ്ങനെ ഒരു പ്രോഗ്രാം ആലോചിക്കുന്നത് തെറ്റെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒരു ബോട്ടിങ്ങോ 1 ഡേ ബോട്ടിങ്ങോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാലും നന്നായിരിക്കും. ഓക്കെ, ഫിലിപ്പേ സംസാരിക്കൂ. ഫിലിപ്പേ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കൂ. എല്ലാ വർഷവും പറയുന്നത് തന്നെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. വളരെ ഡീസൻ്റായി ജീവിക്കുന്നു. പിന്നെ നിരന്തരമായ നമ്മുടെ വിജയമണിയുടെ നിരന്തരമായ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഞാനിങ്ങോട്ട് ഈ പരിപാടിയിലെ ഇതിന് കൂടാൻ വേണ്ടി നേരം വെളുത്തപ്പോഴേ ഇറങ്ങുമായിരുന്നു. പക്ഷേ 9 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാത്രം. എൻ്റെ പേര് സുകുമാരൻ. ഞാനിത് 2ാമത്തെ തവണയാണ്. PDCയുടെ സൗണ്ട് വരട്ടെ. PDCയുടെ പ്രായം 10-60 ആയില്ലേ? അപ്പോൾ സൗണ്ട് ഇല്ലേ? ഞാൻ എവിടെ പറഞ്ഞിട്ടേ 2ാമത്തെ തവണയാണ് ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് 2 വർഷമാണോ 1 വർഷമാണോ ഏതാണ് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, വരികയും ചെയ്യും. അത്രയൊക്കെയുള്ള ഞാൻ 200 പറഞ്ഞേക്കാം. ഞാൻ വിനോയ്യ എല്ലാവരെയും കണ്ടതിലും എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ സ്നേഹവും എല്ലാവരും നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരെയും അത്രയും കാലത്തിന് ശേഷം കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ സക്രിയാസ് പറഞ്ഞാൽ പിള്ളേരുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല. പഴയ ലെവലിൽ തന്നെ നിൽക്കുന്നു. 3 മക്കളാണുള്ളത്. 2 പേര് ജോലിയാണ്. പിന്നെ ഒരാൾ നേഴ്സിംഗ് പഠിക്കുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത് സന്തോഷമായിട്ട്. പ്രകാശ് പറയൂ. അധിക പ്രസംഗമാവുമല്ലോ, പറഞ്ഞോളൂ. എന്നാലും ഒരു 2 ബൈക്കിനെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രകാശ് ബൈക്ക് വന്നു. ബൈക്ക് കൊടുക്കണമല്ലേ? ബൈക്ക് കൊടുത്ത ബൈക്ക് വീഴുമോ? എൻ്റെ അഭിപ്രായം എല്ലാ വർഷവും കൂടണം എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ പിന്നെ ആൻ്റണിയൊക്കെ പറഞ്ഞ പോലെ വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഒന്ന് ഒത്തുകൂടുന്നത് നല്ലതാണ്. എല്ലാവരെയും കാണാമല്ലോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വൈഫ് ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മകൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്നുണ്ട് പയ്യന്നൂർ കോളേജിൽ. പിന്നെ അങ്ങനെ സജീവമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മഹാത്മാ ഈ സ്നേഹമെന്ന കൂട്ടായ്മയിൽ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരെയും കാണുകയും ചെയ്തിട്ടുള്ളത് സന്തോഷം. എല്ലാ വർഷവും കൂടുന്നതാണ്. നമുക്ക് അധികം ബാധ്യതകളൊന്നും ഇല്ലല്ലോ. ചെറിയ ചെലവുകളെല്ലാം വരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ
വർഷവും കൂടുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ നടന്ന സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വല്യപ്പനായി. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിൽ 2 രാജ്യങ്ങൾ, അതായത് അബുദാബിയും ദുബായും ഒക്കെ സന്ദർശിക്കാനൊരു അവസരം കിട്ടി. ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി അവിടുത്തെ ആ കാഴ്ചകളെല്ലാം ഒന്ന് കാണാനൊക്കെ പറ്റി. പിന്നെ വേറെ ഒരു സർജറി നടന്നു, തൈറോയിഡിൻ്റെ സർജറി നടത്തി. അങ്ങനെ 1 മാസം റെസ്റ്റായി. അങ്ങനെ ഈ ഒരു വർഷത്തിനിടെ നടന്ന സംഭവങ്ങളാണ്. ഇനിയും ബാക്കിയുള്ള അടുത്ത മാസം ഒന്നുകൂടെ പുറത്തുകൂടെ എല്ലാം ഒന്ന് പോകുന്നുണ്ട്. 1 മാസത്തേക്ക് ഒരു വിസിറ്റ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ ഈ കൂട്ടായ്മയിൽ ഇന്നിവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത സെഷനിൽ പറയുന്നതായിരിക്കും. ഇതിലും ഒരിക്കൽ കൂടി നമ്മൾ ഈ കൂട്ടായ്മ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആശയത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ സെഷനിൽ ഈ സ്നേഹനിലാവിൻ്റെ പിന്നെ കൂട്ടായ്മ എന്തായിരിക്കണം അതിൻ്റെ ലക്ഷ്യം, ഇതുവരെയായിട്ട് നമ്മൾ അതിനൊരു ലക്ഷ്യമൊന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അപ്പം എന്തായിരിക്കണം അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയാൻ തയ്യാറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ മത്സരങ്ങൾ, പാട്ട്, പിന്നെ പ്രസംഗം, പിന്നെ എന്തൊക്കെ വിക്രി വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രസച്ചടനെ കുട്ടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാൻ പറ്റുന്നതും കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മൈക്കടച്ച ഇവർക്ക് കൈമാറുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ശരിക്കും ഈ പരിപാടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതിൽ ഒരാളാണ്. കാരണം പ്രീ ഡിഗ്രി പഠനകാലത്ത് എല്ലാവരും പറയും അന്നത്തെ ആ ഒരു മനോഹരമായ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ആണ് നമ്മൾ കൂടിച്ചേരുന്നത്. എനിക്കങ്ങനെ ഒത്തിരി മനോഹരമായ നിമിഷങ്ങളോ ഒത്തിരി സന്തോഷമോ തൃപ്തിയോ കിട്ടുന്ന നിമിഷങ്ങളോ ഒന്നും പഠനകാലത്തില്ല. ഒന്ന്, ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൊത്തം ഒരു രീതിയിലും എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും വിനോയെ പോലെയൊക്കെ 1-2 സുഹൃത്തുക്കൾ ഒരാശ്വാസം പോലെ കൂടുതലുണ്ടായിരുന്നത് കൊണ്ടല്ലേ ചിലപ്പോൾ ഞാൻ എനിക്ക് പഠിത്തം പോലെ നിർത്തിപ്പോയത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, വിനോയ് ആഗ്രഹിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സൗഹൃദമൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് നേരെ തിരിച്ച് അന്ന് ആരും അറിയാതെ ഓരോ ആളുകളുടെ പുറകിൽ മാറി മാറി നിൽക്കാൻ കുറിച്ചിട്ടുള്ളത് വളരെ അപകർഷാപം ഉണ്ടായിരുന്ന ആളായിരുന്നുകൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ ഏത് സദസ്സിലും കിട്ടുന്ന അവസരങ്ങളൊന്നും വിമർശിക്കാറില്ല. ഒരുപാട് ആളുകൾ അറിയുന്ന രീതിയിൽ സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് കുറച്ച് കാലങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വയലിൻ വാർത്ത വരെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഭാര്യയുണ്ട്, ഹൗസ് വൈഫാണ്, 3 കുട്ടികൾ. മോള് കല്യാണം കഴിച്ചു. ഞാൻ 25 വയസ്സിൽ കല്യാണം കഴിച്ചു. മോളും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുമോൾക്ക് 12 വയസ്സുണ്ട്. മൂത്ത മോൾക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോൾ എനിക്കുണ്ട്. രണ്ടാമത്തെ മോനാണ്, അവനും വൈഫ് UK-യിലാണ്. മൂന്നാമതൊരു മകനുള്ളത് എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാതിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. അവന് MCOM കഴിഞ്ഞു. യോഗ തെറാപ്പിയിൽ MSc തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. കൗൺസിലിംഗ് സൈക്കോളജി PG ഡിപ്ലോമയുണ്ട്. അവൻ്റെ ഗുരുവായിരുന്ന പ്രകാശിൻ്റെ അടുത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത്, ഞാൻ സമയം എടുക്കുന്നില്ല, ജോലി ചെയ്ത് അങ്ങനെ വിദ്യാഭ്യാസം നടത്തിയൊരു കുട്ടി എന്നുള്ള നിലയിൽ പലപ്പോഴും അറ്റൻഡൻസ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ പ്രകാശിൻ്റെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കോളേജിലെ വിജയ നിലവാരം പറഞ്ഞു പോകും കുട്ടി ഇങ്ങനെ വന്ന് ഉഴപ്പിയാലെന്ന്. പക്ഷെ ആ കോളേജിൽ നിന്ന് അപൂർവം ജയിച്ച കുട്ടികളൊന്നും എൻ്റെ മോനായിരുന്നു. അതിനുശേഷം ഓപ്പൺ MCOM എഴുതിയെടുത്തു, MSc എടുത്തു, ഇപ്പോൾ MSc സൈക്കോളജി എടുത്തു. മാർഷൽ ആർട്സിലൊക്കെ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കരാട്ടെ കളിയൊക്കെ അധ്യാപകനാണ്, ബോക്സിംഗ് ജില്ലാ ചാമ്പ്യനാണ്. അങ്ങനെ ഒത്തിരി ഞാൻ പറഞ്ഞത് എൻ്റെ കാലത്ത് എനിക്ക് കഴിയാതിരുന്ന പല കാര്യങ്ങളിലും അത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു നിറവും സന്തോഷവും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആദ്യ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പോലും ഞാൻ അല്പം അപകർഷതാബോധത്തോടെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പം അങ്ങനെ യാതൊന്നുമില്ല, വല്ലാതെ കോൺഫിഡൻസോടെയാണ്. എല്ലാ വർഷവും കൂടിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കങ്ങനെ പറയുന്നത് അന്ന് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, അന്ന് പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്ന സൗഹൃദങ്ങൾ, സ്നേഹങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനും പങ്കെടുക്കാനും കാര്യങ്ങളും അത്ര പൂർണ്ണമായി അല്ലെങ്കിൽ പോലും ഒന്ന് ധൈര്യത്തോടെ ബുദ്ധിക്കാനെങ്കിലും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഈ സമയം ഈ കൂടിച്ചേരലിനെ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാവരും എനിക്ക് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഞാൻ തോമസ് പറഞ്ഞ പോലെ
പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ പഠിത്തം ഞാൻ കുറ്റിയാനിമറ്റം സണ്ണി, ബെന്നി, പ്രിൻസ്, ജോൺസൺ, ഞങ്ങളുടെ പഠിത്തം ഈ സെൻറ് മേരീസ് പള്ളിയുടെ സൈഡിലുള്ള ഷെഡിലായിരുന്നു. തെങ്ങുംതോട്ടത്തിലും ഷെഡിലുമായിരുന്നു ഞങ്ങളുടെ പഠിത്തം ഉണ്ടായിരുന്നത്. പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ച് ആണ് പഠിക്കാൻ തന്നെ വന്നത്. പലപ്പോഴും ചെറിയ സാറിന് ഫീസ് കൊടുക്കാത്തതുകൊണ്ട് SSLC ബുക്ക് പിടിച്ചു വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടുകളും നിന്ന് ഒന്നെങ്കിൽ കള്ളനാവുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അവസാനം കള്ളനായില്ല, കള്ളനെ പിടിക്കുന്ന പോലീസാവുകയാണ് ഉണ്ടായത്. അങ്ങനെ 32 വർഷത്തെ സർവീസിന് ശേഷം ഇന്ന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഭാര്യയും ഒരു കുട്ടിയുമാണ്. മകള് ആയുർവേദ ഡോക്ടറാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരുവിധം സുഖമായി തന്നെ ജീവിച്ചു പോകുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പ്രോഗ്രാം എല്ലാ വർഷവും നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇരുന്ന ഇരിപ്പിൽ ഓരോരുത്തർ തട്ടിപ്പോകുന്ന സാഹചര്യമാണ്. പ്രകാശൻ പറഞ്ഞ പോലെ പ്രകാശൻ ഒരു ദിവസം നടക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. പ്രകാശൻ ആ കാര്യം എന്നോട് ഞാൻ പ്രകാശൻ കുറേ സമയം സംസാരിച്ചിരുന്നു. കാരണം അതേപോലെ തന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് 2021 ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പുറംവേദന. ആസ്പത്രിയിൽ ചെന്നപ്പം ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു, ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഓരോന്നാണ്. പെട്ടെന്ന് ചിലപ്പോൾ തട്ടിപ്പോയേക്കാം. നേരെ കഴിയുന്നത്ര ഓരോ വർഷവും ഉണ്ടെങ്കിൽ എല്ലാവരെയും കാണാൻ കഴിയുമല്ലോ. ഇനി പൊഴിഞ്ഞു പോകുന്ന ആൾക്കാരെ നമ്മൾ ദുഃഖിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇതുപോലെ ഒത്തുചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൂടാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാവർക്കും നമുക്ക് ഈ 10, 47, 30, 37 ആളുകൾ ഉള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം. എല്ലാവരും വാട്സാപ്പ് കൂട്ടായ്മയിൽ എല്ലാവരും സജീവമാകണം എന്ന് പറയുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രോഗ്രാമുണ്ട്, അത് നടത്തുക. അതിന് വരുന്നൊരു വലിയ മരിച്ച ചിലവൊന്നും വരികയല്ലോ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതെല്ലാം ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലത്തിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നടക്കും. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവർക്കും ദൂരെ നിർത്തിയ നമ്മുടെ ജോർജിനും ജോജോയ്ക്കും മറ്റുള്ളവരൊക്കെ അത്ര ദൂരം ഇല്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല. ഈ രണ്ടുപേരെ നമ്മൾ സ്പെഷ്യലായിട്ട് പരിഗണിച്ച് എല്ലാവർക്കും ഇതിൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് പുതിയതായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ മോക്കൊരു കൊച്ചുണ്ടായി, അങ്ങനെ ഒരു വല്യപ്പനായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എൻ്റെ സഹപാഠികളെല്ലാം വളരെ ചെറുപ്പമായിട്ടിരിക്കുന്നു. ഞാൻ മാത്രം ഇച്ചിരി കളവനായപ്പോൾ തോന്നുന്നു. എനിക്ക് ഡൈ അലർജിയാണ് ഒന്നാമത്. പിന്നെ അതുകൊണ്ട് എല്ലാ വർഷവും ഈ യോഗ നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരും നമ്മളൊക്കെ സീനിയറിൻ്റെ ഒരു കാലം വരുമ്പോഴേ നമ്മളെ താടി ചേർത്ത് നമ്മളിങ്ങനെ ആദ്യം കൊടുക്കൊണ്ട് പോയതിന് മോശമല്ലേ. അതുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനം പറയാം. ഞാൻ കുറേ അധികം പ്രശ്നം പറഞ്ഞല്ലോ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ശരിയത് കഴിഞ്ഞ എല്ലാം പെട്ടെന്ന് ഇപ്പോൾ ലീന ഷാജിയോട് ചോദിച്ചത് അധികം നമുക്ക് തുടങ്ങാം. ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന് ചോദിച്ചു. ഷാജി പറഞ്ഞ് നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ പഠിച്ച് എനിക്കും മനസ്സിലായില്ല, എന്നെ പഠിപ്പിച്ച മാഷന്മാർക്കും മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് അത് മാത്രമേ ഉള്ളൂ. അറിയാവുന്നതൊക്കെ മതി. പിന്നെ എനിക്ക് 1-2 നിർദ്ദേശങ്ങൾ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും പുതുതായി 1-2 നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത്, ഇവിടെ 1-2 പേര് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് കൂടുതൽ ദൈർഘിപ്പിച്ച് കൊണ്ടുപോകണം. കാരണം എല്ലാ വർഷവും തന്നെ നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാലങ്ങൾ നീളവും തോറും നമ്മുടെയൊക്കെ ആയുസ്, ആരോഗ്യം, പിന്നെ തന്നെയല്ല മറവി, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതാത് വർഷങ്ങളിൽ നടത്താൻ കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിലും തെറ്റില്ല. കാരണം ഒരു 1 ഡേ പ്രോഗ്രാം
വലിയ ടൂറോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. കാരണം നമ്മളെല്ലാം വ്യത്യസ്ത ഫാമിലിയായി ജീവിക്കുന്നവരാണ്. അപ്പോൾ യഥാസമയത്ത് വീടുകളിലെത്തണം, പ്രത്യേകിച്ച് ലേഡീസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം കണക്കിലെടുത്തുകൊണ്ടിട്ട് ഒരു ദിവസത്തിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ വരത്തക്ക രീതിയിൽ ഒരു ഹൗസ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ചർച്ച ചെയ്യുക. അതാണ് ഒരു നിർദ്ദേശം വെക്കുന്നത്. രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രധാനമായ നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഈ പരിപാടിക്ക് ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കണം. അതിന് പ്രത്യേകമായിട്ട് ആരെങ്കിലും രണ്ടുപേരെ ചാർജ് കൊടുക്കുകയും അതുപോലെ അതിനൊരു കമ്മിറ്റി ഉണ്ടാകണം. അവർ അടുത്ത പ്രാവശ്യത്തെ പരിപാടി കോർഡിനേറ്റ് ചെയ്യണം. കാരണം നിരന്തരമായി നമ്മൾ ഒരേ ശൈലിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു അരോചകമാണ്. അപ്പോൾ ശൈലികൾ മാറി വരണമെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ വരണം. അപ്പോൾ തീർച്ചയായും അതായിരിക്കും നന്നായിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ പുതിയ ഒരു കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പറയുമ്പോൾ അല്പം നീണ്ടുപോകും, ക്ഷമിക്കുക. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് മഹാത്മയിലെ ജീവിതം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ മഹാത്മയിലെ കാര്യങ്ങൾ, എറ്റ്യൂസ്ഡ് കാര്യങ്ങൾ കൃത്യമായി പറയാൻ എനിക്കിന്ന് കഴിയും. ആ ഭാഗ്യം ലഭിച്ചു. ബെഞ്ച് പിടിക്കാൻ പറ്റാത്ത ഞങ്ങളെ പോലെയുള്ള കുറച്ച് ബെഞ്ച് പിടിക്കാൻ പറ്റാത്ത ഞങ്ങളെ പോലെയുള്ള കുറച്ച് നിർഭാഗ്യവാന്മാര് അവർക്ക് കിട്ടിയ ബെഞ്ചുകളിൽ ഞങ്ങളൊക്കെ തൃപ്തിപ്പെട്ടുകൊള്ളാം. ഓക്കെ, ഞാൻ അധികം നീട്ടുന്നില്ല. ഓക്കെ, അവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മഞ്ചേശ്വരത്താണ് കുടുംബമായിട്ട് താമസിക്കുന്നത്. പിന്നെ എനിക്ക് 3 മക്കളാണ്. മൂത്തയാള് വിവാഹം കഴിഞ്ഞ് കുട്ടിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നേരത്തെ തന്നെ ഒരു വലിയപ്പനാകാനായിട്ട് കഴിഞ്ഞു. UKG പഠിക്കുന്ന ഒരു പേരക്കുട്ടിയുണ്ട്. പിന്നെ മറ്റേ 2 മക്കള് ട്വിൻസാണ്. ഒരാണ് പെണ്ണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അയാളിപ്പോൾ തിരുവനന്തപുരത്ത് IKM-ല് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മോള് നഴ്സിംഗ് കഴിഞ്ഞ് ജോലിയിൽ 1 വർഷം കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മെയ് മാസം 17-ാം തീയതി ഞങ്ങൾ എറണാകുളത്തേക്ക് മൂവ് ചെയ്യുകയാണ്. എന്നാൽ തന്നെ എൻ്റെ മഞ്ചേശ്വരത്തെ വീട് അവിടെ വിറ്റിട്ടില്ല, അവിടെയുണ്ട്. അതുകൊണ്ട് 2 സ്ഥലത്തായിട്ടാണ് ഞങ്ങളുണ്ടാകുക. ഞാൻ ആ വിസിറ്റിന് വേണ്ടിയിട്ട് മാസത്തിലൊരിക്കലൊക്കെ മാത്രമേ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും അടുത്ത മീറ്റിംഗ് ഈ ഒരു വർഷം കൂടി നടത്തിയാലും 2 വർഷം കൂടി നടത്തിയാലും ഞാൻ ഉണ്ടെങ്കിൽ, എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഞാൻ എറണാകുളത്ത് നിന്നാണെങ്കിലും എത്തിച്ചേരും. അപ്പം നിങ്ങൾ നൽകിയതായിട്ടുള്ള എല്ലാ സ്നേഹ ഊഷ്മളതയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. വീണ്ടും അടുത്ത നമ്മുടെ സീസൺ 5-ല് നമുക്ക് സ്നേഹനിലാവ് സീസൺ 5-ല് കാണാമെന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ കുറേശ്ശെയായിട്ട് വീഡിയോ ആയിട്ടാണ്, ലൈവ് അല്ല, വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് സെക്രട്ടറി സർ ക്ലോസ് ചെയ്യുകയായിരിക്കും. ഉള്ളവരെ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായി എനിക്കറിയാം. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ നീണ്ടുപോകും. എല്ലാവരും കേട്ടിരിക്കണം നമ്മുടെ ആഗ്രഹം. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അതങ്ങനെ നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് നിർത്തണം. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാനൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് നിർത്താം. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞാനും ഷാജി ഒരു ടെലിപ്പതി പോലെ ഞാൻ ഈ സെൻഡ് ഓഫിൻ്റെ കാര്യം ഞാനിത് പറയണം. ഇപ്പോൾ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ സോളമൻ ഭാഷ വയസ്സ് കേൾക്കുമ്പോൾ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ എന്ത് പറയും, ഞാൻ ഈ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ച് നമ്മുടെ യാത്രയപ്പിനെ കുറിച്ച്. പക്ഷെ ഷാജി പറയാത്ത കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഏറ്റവും രസകരമായ ഒരു സെൻഡ് ഓഫ് ആയിരുന്നു നമ്മുടേത്. 41 വർഷങ്ങൾക്ക് മുമ്പ് ആലക്കോട് മഹാന്മയിൽ വെച്ച് നടന്ന പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ മധുരിക്കുന്ന സെൻഡ് ഓഫ് സ്മരണകൾ അയവിറക്കിക്കൊണ്ട് സ്നേഹനിലാവ് സീസൺ 5 ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ പോകുന്ന എല്ലാവർക്കും സ്നേഹം, നന്ദി, താങ്ക് യു.